അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്നിട്ടുള്ള നിഅമത്ത് ഒരുപാടുണ്ട് അല്ലേ, അനുഗ്രഹങ്ങൾ. അത് അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ 24-ാമത്തെ രാവിലാണ് നമ്മളുള്ളത്. നാളെ 24-ാമത്തെ പകലാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഖബൂലാക്കി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ മജ്ലിസിൽ ഒരുപാട് ആളുകൾ, ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മുടെ മജ്ലിസ് തുടങ്ങി ഏതാനും സമയമായിട്ടുള്ളൂ, പക്ഷേ നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ എത്ര കമന്റാണ്! ഒരുപക്ഷെ നമ്മൾ വീഡിയോ കണ്ടവരെക്കാൾ കൂടുതൽ കമന്റ് എഴുതുന്ന ഒരു അവസ്ഥ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. വീഡിയോ കാണുന്നവർ കുറച്ചുണ്ട്, പക്ഷെ കമന്റ് ഇഷ്ടം പോലെ ഉണ്ടാവും. അതെന്താ, അത്രമാത്രം ദുആക്ക് നമ്മുടെ മജ്ലിസിൽ ഇജാബത്ത് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ആ പാവപ്പെട്ട ആളുകൾ അങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല, നമുക്ക് ഇജാബത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും നമ്മുടെ മജ്ലിസിൽ. കാരണം ചൊല്ലുന്നത് എന്തെങ്കിലും കാര്യങ്ങളല്ല, ദിക്റുകളാണ്, സ്വലാത്തുകളാണ്, തസ്ബീഹാത്തുകളാണ്, വിശുദ്ധമായ ഖുർആൻ പാരായണങ്ങളാണ്. എന്തുകൊണ്ടും അല്ലാഹു തആല ഖബൂലാക്കും ഇൻഷാ അല്ലാഹ്. കാരണം ഇത് ചൊല്ലുമ്പോൾ ഓരോ ഉമ്മമാരും കണ്ണീരോടുകൂടി ആമീൻ പറയുന്ന പല അവസരങ്ങളുമുണ്ട് അല്ലെ. ആത്മാർത്ഥതയോടുകൂടി ഓരോ ദിക്റും സ്വലാത്തും ചൊല്ലുന്ന എത്രയോ ഉമ്മമാരുണ്ട്, അൽഹംദുലില്ലാഹ് ഉപ്പമാരുണ്ട്. അല്ലാഹു തആല നമ്മളെ എല്ലാവരുടെയും നിയ്യത്തനുസരിച്ച് നമ്മുടെ അമലുകളൊക്കെ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കമന്റ് ബോക്സ് എടുത്തു നോക്കിയാൽ എത്ര വിഷമങ്ങളാ പറയുന്നത്. രോഗങ്ങളുടെ കാര്യം. രോഗം എന്ന് പറയുമ്പോൾ മാനസികമായ, ശാരീരികമായ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ പല സഹോദരന്മാരുടെ ഒക്കെ നെഞ്ചില്, വയറില്, അതുപോലെ തന്നെ പുറകു ഭാഗത്തൊക്കെ കയ്യിലും കാലിലൊക്കെ ചെറിയ മുഴ പോലെ, തടിപ്പ് പോലെ, കുരു പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ സാധാരണ പറയുന്ന ഒരു പ്രൊസീജിയറാണ്. ഒരു മുഴ കാണുമ്പോൾ അതെടുത്തിട്ട് അത് ചിലപ്പോൾ അതിൽ നിന്നും കുത്തിയെടുത്ത് ടെസ്റ്റിന് അയക്കും. അത് സ്വാഭാവികമാണ്. പക്ഷെ അത് അങ്ങനെ ഒരു മുഴ വരുമ്പോൾ തന്നെ ഭയങ്കര ബേജാറിലായി പോകുന്ന പലരുമുണ്ട്. അങ്ങനെ ഉണ്ടാവണ്ട. കാരണം ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എന്താണോ വിധിച്ചിട്ടുള്ളത് അത് വരും, അതുറപ്പാണ്. അത് ഏത് അസുഖമാണെങ്കിലും അതല്ലാത്തതാണെങ്കിലും പടച്ചോൻ വിധിച്ചിട്ടുണ്ടോ വരും, അതുറപ്പാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, പേടി വേണ്ട. അല്ലാഹുവിൽ തവക്കുലാക്കും. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. പടച്ചോനെ, നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഏത് രോഗം വരും. അത് എത്ര വലിയ ആരോഗ്യമുള്ളവനാണെങ്കിലും എത്ര വലിയ ഹെൽത്തി ആണെങ്കിലും അല്ലാഹ് വിധിച്ചിട്ടുണ്ടോ വന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് പടച്ചോനിൽ തവക്കുലാക്കുക, പ്രയാസപ്പെടേണ്ട, പേടിക്കേണ്ട കാര്യം ഇല്ല. അങ്ങനെ രോഗങ്ങളുടെ കാര്യം പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ കുടുംബത്തിൽ പ്രശ്നം, യാ അല്ലാഹ്, കുടുംബ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ജ്യേഷ്ഠൻ അനുജന്മാര് പ്രശ്നങ്ങൾ, അമ്മായിയമ്മ മരുമക്കൾ. എൻ്റെ റബ്ബേ, എത്ര ഇടങ്ങേറാക്കുന്ന മരുമക്കളെ ഇടങ്ങേറാക്കുന്ന എത്ര അമ്മായിമ്മമാരുണ്ടെന്നറിയും. ഒരു അമ്മായിയമ്മ മരുമോളോട് പറഞ്ഞൊരു വാക്കുണ്ട്. അതെ, കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് പറഞ്ഞൊരു വാക്കാണ്. കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് ഒരു അമ്മായിയമ്മ മരുമോളോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ നിന്നെ, സാധാരണ എന്താ പറയാറ്, ഞാൻ മോളെ എന്നൊക്കെയാ വിളിക്കുക, മോളെ, നിന്നെ സ്വന്തം മോളെ പോലെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവളോട് പറഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരോട് പറയൂലേ, അതെൻ്റെ സ്വന്തം മോളാണ് അല്ലേ. ചിലപ്പോൾ മരുമക്കൾ പറയും, ഇതെൻ്റെ സ്വന്തം ഉമ്മയാണ്. അങ്ങനെ പറയാറുണ്ട്. അതാ സ്നേഹബന്ധമാണ്. പക്ഷെ ഒരു സ്ഥലത്തൊരു അമ്മായിമ്മ പറഞ്ഞ എന്തെന്നറിയോ, ഞാനേ നിന്നെ സ്വന്തം മോളെപ്പോലെയൊന്നും കാണൂല, മരുമോളായിട്ടേ കാണുന്നുള്ളൂ. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ എന്നെ ആ ഒരു രൂപത്തിലാണ് പരിഗണിച്ചത്, അതുകൊണ്ട് ഞാനും അങ്ങനെ പരിഗണിക്കൂ. എന്ത് മനസ്സാണ് അവരുടെ അല്ലേ. അതായത് പ്രതികാരം ചെയ്യുകയാണ്. പണ്ട് എനിക്ക് കിട്ടിയത് അത് ഞാൻ തിരിച്ചു കൊടുക്കും. എന്തവസ്ഥയാണ് അല്ലേ. അന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊക്കെ ചിലപ്പോൾ അത്ര അറിവുണ്ടാവുള്ളൂ. പക്ഷെ ഇന്ന് എത്രയോ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നു. ചിലപ്പോൾ അവരൊക്കെ നമ്മുടെ മജ്ലിസ് കാണുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത്. കാരണം അല്ലേ, അതും ഒരു പെണ്ണാണ് അല്ലെ, നമ്മളും പെണ്ണാണ്. പെണ്ണിൻ്റെ വിഷമങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് അറിയാലോ, സങ്കടങ്ങൾ അറിയാലോ. അപ്പൊ സ്വന്തം മോളെ പോലെ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ തുറന്നങ്ങോട്ട് അവളോട് തന്നെ പറയുന്ന ഒരു മാനസികാവസ്ഥ എത്ര ക്രൂരമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്കൊക്കെ അള്ളാഹു തആല കരുണയിട്ട് തരട്ടെ. അതുപോലെ തന്നെ മരുമക്കളെ, നിങ്ങളുടെ സ്വന്തം ഉമ്മയാണ്, ഉമ്മയെപ്പോലെ കാണണം നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മയെയും വാപ്പയെയും. അതുപോലെ തന്നെ മരുമക്കൾ, ആണുങ്ങൾ, അവർ എന്ത് ചെയ്യണം, സ്വന്തം ഉമ്മാനെ പോലെ വാപ്പാനെ പോലെ കാണണം. ആരെ? ഭാര്യയുടെ മാതാവിനെയും പിതാവിനെയും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധം നിലനിർത്തുക. അതൊക്കെ നമ്മൾ കേട്ടതാണ്, നമുക്കറിയാം. പക്ഷേ ഈഗോ കാരണം, അഹങ്കാരം കാരണം പലരും അതൊന്നും ശ്രദ്ധിക്കാറില്ല. പടച്ചവൻ നമുക്കൊക്കെ പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ബന്ധങ്ങൾ അല്ലാഹു തആല ഖൈറു ബറകാത്തുകൾ തരട്ടെ. ആമീൻ. അങ്ങനെ ഒരുപാട് ദുആ വസിയത്ത് പറയാറുണ്ട്. പ്രത്യേകിച്ച് കടങ്ങളുടെ കാര്യം. ഒരു സഹോദരൻ പറയും 8 കോടി കടമുണ്ടെന്ന്. 8 കോടി കടമുണ്ട്. അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ തിരിച്ചു കിട്ടാനുമുണ്ട്.
സാധാരണ നമ്മൾ 8,000 രൂപ കടമുണ്ടെന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ, കാരണം അവർക്കൊക്കെ അത്രമാത്രം അല്ലാഹു തആല സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ചിരുന്നു. പക്ഷെ ചില സമയത്ത് ഉണ്ടാകുന്ന അള്ളാഹുവിൻ്റെ ചില പരീക്ഷണങ്ങളാണ്, അള്ളാഹുവിൻ്റെ ചില നിരീക്ഷണങ്ങളാണ്. അപ്പം അതിലൊന്നും നമ്മൾ തകർന്നു പോവാതെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ഇൻഷാ അള്ളാഹ് അതൊക്കെ അള്ളാഹു തആല ശരിയാക്കി തരുമെന്നുള്ള നല്ല ശുഭാവിശ്വാസം ഉണ്ടാവണം. അപ്പം ഇങ്ങനെ ഒരുപാട് കമൻറ്റ് നമ്മൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണാറുണ്ട്. അപ്പം ഇൻഷാ അള്ളാഹ് എല്ലാവർക്കും വേണ്ടി നമ്മുടെ മജ്‌ലിസിൽ ഇൻഷാ അള്ളാഹ് ദുആരക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ആരൊക്കെ ദുആ ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റിക്കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ എല്ലാ മുറാദുകളും അള്ളാഹു തആല ഹാസിലാക്കി തരട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് നേരെ നമ്മുടെ മജ്‌ലിസിലേക്ക് കടക്കാം. അള്ളാഹുവിന്റെ ഒരു പുണ്യമായ ഇസ്മ പറഞ്ഞിട്ട് ഇന്നത്തെ മജ്‌ലിസ് നമ്മൾ തുടങ്ങുകയാണ്. അള്ളാഹു തആല നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊക്കെ മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? അപ്പം നമ്മുടെ ഈമാൻ സലാമത്ത, മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിക്കണം ഇൻഷാ അല്ലാഹ്. ആ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം. നമുക്കൊരു ഇസ്മ പറഞ്ഞാലോ? അതായത് ഒരു ഇസ്മും പിന്നെ ഒരു ദുആയും കൂടെ ചേർത്ത് പറയുന്ന ഒരു വാചകമാണ്. ഒരുപാട് നേട്ടമുണ്ട്, ഒരുപാട് മഹത്തുക്കൾ അവരുടെ ജീവിതത്തിൽ പറഞ്ഞ് ഒരുപാട് ഗുണങ്ങളുണ്ടായ പുണ്യമായ വചനമാണ് നമ്മൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നിച്ചു പറയാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. يا ذا الجلال والإكرام أمتنا على دين الإسلام. 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 ദാരിദ്ര്യമില്ലാതിരിക്കാനും സമ്പത്ത് കുന്നുകൂടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ അല്ല, നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട പൈസ അല്ലേ? നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നൊന്ന് പോയി ചികിത്സിക്കണ്ടേ, ആരുടെയും മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഒരുപാട് ഇസ്മുകളുണ്ട്, നമുക്ക് സമ്പന്നത നേടിത്തരുന്ന ഇസ്മുകൾ. 3 ഇസ്മുകൾ ചേർത്തിട്ട് നമുക്കൊന്ന് പറഞ്ഞാലോ ഒരുപാട് നേട്ടം കിട്ടും, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓരോ ഇസ്മിനും വ്യത്യസ്തമായ നേട്ടമാണ്. അത് 3ഉം ചേർത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു തആല നമ്മുടെ സമ്പത്തിലൊക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞോ, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം. യാ ഗനിയു യാ മുഗ്നി
മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് സലാമത്ത് കിട്ടണം, അല്ലേ? രക്ഷ കിട്ടണം. നമ്മുടെ ദീനിൽ, നമ്മുടെ ദുന്യാവിൽ, നമ്മുടെ ആഖിറത്തിൽ എപ്പോഴും സലാമത്ത്, രക്ഷയുണ്ടാവണം. സമ്പത്തിൽ രക്ഷയുണ്ടാവണം. നമ്മുടെ കുടുംബത്തിൽ സമാധാനം, രക്ഷയുണ്ടാവണം. അപ്പം അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ജീവിതത്തിൽ ഉടനീളം നമുക്ക് കിട്ടണം. അതിന് നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പറയുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറഞ്ഞാലോ? അത് പൂർണ്ണമായിട്ടല്ല, കുറച്ച് നമുക്ക് പറയാം. ഒന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. പറഞ്ഞു. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ
അന്തസ്സലാം വമിങ്കസ്സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലേ, ഹൃദയങ്ങൾ പ്രകാശിക്കുന്ന സ്വർഗത്തിന്റെ താക്കോലാകുന്ന ലോകത്ത് ഒരു മനുഷ്യൻ പറയുന്ന ഏറ്റവും പുണ്യമായ വാക്കുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ അല്ലേ? ഈ ദിക്ർ പറയുമ്പോൾ എല്ലാ വിധത്തിലുള്ള നിഅമത്തും ബറക്കത്തും എൻ്റെ ജീവിതത്തിൽ നിരന്തരമായി റബ്ബേ തരണേ, ഈ ഒരു ദിക്ർ പറഞ്ഞിട്ട് എനിക്ക് മരിക്കാനുള്ള തൗഫീക്ക് തരണേ, എൻ്റെ ആഖിബത്ത് നന്നാക്കി തരണേ എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ നമുക്ക് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്തുൽ ഫാത്തിഹ് അല്ലേ, ഒരുപാട് നേട്ടമാണല്ലോ യാ റബ്ബ്. സ്വലാത്തുൽ ഫാത്തിഹ് ഒരുപാട് ഉമ്മമാരോ ഉപ്പമാരൊക്കെ നേർച്ചയാക്കി ചൊല്ലുന്നൊരു സ്വലാത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുണ്യമായ രാവിൽ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് ഈ സ്വലാത്തുൽ ഫാത്തിഹ നിത്യമാക്കണം. ഒരുപാട് പോരിശുണ്ട്. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രാവശ്യം സ്വലാത്തു ചൊല്ലിയ പ്രതിഫലമാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ, ഒരുപാട് നേട്ടമുണ്ട് ഇൻഷാ അല്ലാഹ്. പറഞ്ഞു اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അൽഹംദുലില്ലാ, നമ്മുടെ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള നിഅമത്തും എല്ലാവിധ ബറക്കത്തുമുള്ള നല്ലൊരു മജ്ലിസാക്കി അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആരക്കണമെന്ന് നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകിച്ച് കമന്റിലൂടെയൊക്കെ ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നു എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ഇൻഷാ അല്ലാഹ് ദുആരക്കുന്നു. ഒരാളുകളെയും പ്രത്യേകം എടുത്തു പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം എല്ലാവരെയും ഒരുമിച്ച് നമ്മൾ ചേർത്ത് ഇൻഷാ അല്ലാഹ് ദുആരക്കുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഫാത്തിഹയും അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ ഓതിയിട്ട് നേരെ ദുആയിലേക്ക് കിടക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, ഖബൂലാക്കട്ടെ. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകട്ടോ, എല്ലാവരും പങ്കെടുക്കുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അർഹമുർ റഹീമീനായ രാജാതിരാജനായ കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും നിന്റെ അടിമകളാണ്, നീ ഞങ്ങളുടെ യജമാനനാണല്ലോ അല്ലാ. അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്റെ മുന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണ് റബ്ബേ. നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ യാചിക്കുകയാണ്, ഞങ്ങളുടെ തൗബയാണ് ഞങ്ങളുടെ ഈ ദുആ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇസ്തിഗ്ഫാറാണ്, ഞങ്ങളുടെ പാപമോചനമാണ്. നീ സ്വീകരിക്കണേ റബ്ബേ, തട്ടിക്കളയല്ലേ അല്ലാ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഞങ്ങളുടെ ഈ ദുആയും ഞങ്ങളുടെ ഈ ദിക്റിന്റെ മജ്ലിസും ഞങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന അവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഇരിക്കുന്ന ഉമ്മമാരെ നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടുത്തെ വാപ്പമാരെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്. ഞങ്ങൾ അബദ്ധങ്ങൾ ചെയ്തു, തെറ്റുകൾ ചെയ്തു എന്ന് ഞങ്ങൾ സമ്മതിക്കുകയാണ് റബ്ബേ. ഞങ്ങളുടെ തൗബയാണ്, ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ തെറ്റ് ചെയ്യില്ല റബ്ബേ. അല്ലാഹുവേ, ഇനി തെറ്റിലേക്ക് പോകുന്നൊരവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളും മരിച്ച് ഖബറിലേക്ക് പോകാനുള്ളവരാണ്. ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സിൽ ആമീൻ പറയുന്ന അല്ലാഹുവേ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാവപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, ഉപ്പമാര്, സഹോദരങ്ങള്, ഞങ്ങൾ നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മനസ്സിന്റെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എത്രയോ ഉമ്മമാരും ഉപ്പമാരുമാണ്, പാവപ്പെട്ടവരാണ് അവര് റബ്ബേ. ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ, ഞങ്ങളുടെ വീഡിയോകൾ ഞങ്ങളുടെ മജ്ലിസിന്റെ താഴെ ദുആ വസിയത്ത് പറയാറുണ്ട്. അവരുടെ സന്തോഷങ്ങൾ പങ്കിടാറുണ്ട്, അവരുടെ വിഷമങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് അറിയിക്കാറുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു, അവരുടെയും ഞങ്ങളുടെയും മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കടമാണ് ഉസ്താദെ, എങ്ങനെ വീട്ടുമെന്നറിയില്ല. അല്ലാഹുവേ, കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി അവർക്കും ഞങ്ങൾക്കും തുറന്നു തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്തും സലാമത്തും നൽകണേ അല്ലാ. സ്വസ്ഥതയും സമാധാനവും നൽകണേ അല്ലാ. ഒരുപാട് സഹോദരിമാർ ഒരുപാട് പ്രയാസത്തിലാണ്, ഒരുപാട് സഹോദരങ്ങൾ പ്രയാസത്തിലാണ് റബ്ബേ. എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, വിവാഹപ്രായമെത്തിയിട്ട്
വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണെന്ന രൂപത്തിലാണ് റബ്ബേ. ഞങ്ങളുടെ മക്കൾ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പൊന്നുമക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ അവരുടെ പഠനത്തിൽ അവരുടെ ജീവിതത്തിൽ നീ ഉയർച്ചയും വളർച്ചയും കൊടുക്കണേ അല്ലാ. പരീക്ഷകളിൽ ഉന്നതമായ മാർക്ക് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഖൈർ കൊടുക്കണേ അല്ലാ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്. അവർക്ക് നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാരെ കാക്കണേ അല്ലാ. അല്ലാഹുവേ മജ്ലിസിലുള്ള ഉമ്മമാര് ജീവിതത്തിൽ ഒരുപാട് വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും സഹിച്ചവരാണ്. ഞങ്ങളുടെ ഉമ്മമാരും ഞങ്ങളുടെ സഹോദരിമാരും റബ്ബേ അവരെ നീ ഇനി വേദനിപ്പിക്കല്ലേ അല്ലാ. അവർക്ക് നീ ഇനി സങ്കടം കൊടുക്കല്ലേ അല്ലാ. ഈ പാവപ്പെട്ട ഉമ്മമാരെ നീ കബൂലാക്കണേ അല്ലാ. അവരുടെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പറയാൻ അവര് വിതുമ്പി നിൽക്കുകയാണ് റബ്ബേ. അവരുടെ വിഷമങ്ങൾ നീ കാണണേ അല്ലാ. സമാധാനം കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെയും അവരുടെയും ബിസിനസ്സിലും കച്ചവടത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഇടപാടുകളിൽ എല്ലാവിധത്തുള്ള നിഅമത്തും തരണേ അല്ലാ. കച്ചവടം ലാഭകരമാക്കണേ അല്ലാ. അല്ലാഹുവേ കഷ്ടനഷ്ടങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാവിധത്തുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. അല്ലാഹുവേ മാരകമായ ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ പേരില്ലാത്ത മരുന്നില്ലാത്ത രോഗങ്ങളെ കൊണ്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ അവകൾ തന്ന് പരീക്ഷിക്കല്ല റബ്ബേ. ഒരുപാട് ഉമ്മമാർക്ക് ഒരുപാട് ക്യാൻസർ അസുഖം വന്നിട്ട് രോഗങ്ങളായി ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട്, വീടുകളിൽ കഴിയുന്നുണ്ട്. അതുപോലെ നരമ്പിന്റെ ന്യൂറോയിഡ് പ്രശ്നങ്ങളുള്ളവരുണ്ട്. അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലെ ഒരുപാട് രോഗങ്ങൾ പിടിപെടുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും എല്ലാവർക്കും നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങൾ കഴിക്കുന്ന മരുന്നിൽ നീ ശിഫാ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ലോക മുഅ്മിനീങ്ങൾക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഒരുപാട് പേര് പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. അല്ലാഹുവേ യുദ്ധഭീതിയിലാണ് പല സ്ഥലങ്ങളും. എല്ലാവർക്കും സമാധാനവും റാഹത്തും കൊടുക്കണേ അല്ലാ. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. പല സ്ഥലത്തും മഴ കനക്കുകയാണ്, എന്നാൽ വിവിധ സ്ഥലങ്ങളിൽ മഴയില്ലാതെ നല്ല ചുട്ടുവേനലിൽ പൊള്ളുന്ന ആളുകളുമുണ്ട്. അല്ലാഹുവേ ഖൈറായ മഴ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഷർറായ അദാബായ മഴയെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ വീടുകളിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. സലാമത്ത് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് അപകടങ്ങൾ കൂടുന്ന കാലമാണ്. ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, ട്രെയിനുകളിലും അതുപോലെ ഫ്ലൈറ്റുകളിലൊക്കെ സഞ്ചരിക്കുന്നവരാണ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. ആക്സിഡന്റ് മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എല്ലാവിധത്തുള്ള നിഅമത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ സദസ്സിൽ ഞങ്ങളെ ചൊല്ലിയ എല്ലാവിധത്തുള്ള ദിക്റുകൾക്കും തസ്ബീഹുകൾക്കും ഒരുപാട് പ്രതിഫലം ഉണ്ടല്ലോ, അത് മുഴുവനും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ മജ്ലിസിന്റെ ഈ ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.